ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ നമ്മൾ നിഫ്റ്റി അനാലിസിസിൻ്റെ കണ്ടിന്യൂഷന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോവുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസത്തെ അനാലിസിസിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർക്കിംഗ് ഡേയിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഡേയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു ബുൾ ആൻഡ് ബിയർ ഫൈറ്റുള്ള ഒരു ബോക്സാണ്. ഇവിടെ ഈ ബോക്സ് ആരാണ് സക്സസ്ഫുള്ളി ടേക്ക് ഔട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ആരാണ് വിൻ ചെയ്യുന്നത്, അങ്ങോട്ടേക്കാണ് മാർക്കറ്റ് പോകുക എന്നുള്ളത്. സോ കഴിഞ്ഞ ദിവസം തന്നെ, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ ബോക്സ് വിൻ ചെയ്തിട്ടുള്ളത് ബിയേഴ്സ് ആണ് എന്നുള്ളത്. സോ വെള്ളിയാഴ്ച നല്ല രീതിയിലൊരു ഡൗൺ സൈഡ് നമ്മൾ കാണുകയുണ്ടായി. വീണ്ടും വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്തേക്ക് പോയിട്ട് ലിക്വിഡിറ്റി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു ഗ്രീൻ ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രീൻ ലൈനാണത്. യു ക്യാൻ സി ഇവിടുത്തെ ഈ ഒരു ഗ്രീൻ ലൈൻ നമ്മൾ വരച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് 23,278 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലുള്ള ലിക്വിഡിറ്റി ഇത് സ്വീപ്പ് ചെയ്യുന്നു. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി വന്നിട്ട് എടുത്തിട്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ടുള്ള, അതായത് ബയേഴ്സിൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസുകൾ അവർ ഇവിടേക്കാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. സോ ആ സ്റ്റോപ്പ് ലോസ് കൂടി ഹണ്ട് ചെയ്തിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ പെർഫെക്റ്റ്ലി നോക്കുകയാണെങ്കിൽ ആ ലിക്വിഡിറ്റിയും സ്വീപ്പ് ചെയ്തു, അതുപോലെ തന്നെ ഇവിടുത്തെ ബയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കൂടി ഹണ്ട് ചെയ്തിട്ടുള്ള ഒരു SMC സ്ട്രാറ്റജിയാണ് ഇവിടെ ബിഗ് പ്ലേയേഴ്സ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇന്നത്തെ ഒരു ഇൻട്രാഡേ ഹൈയിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 400 പോയിന്റിൻ്റെ അടുത്താണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത്, ഡിക്രീസ് എന്ന് പറയുന്നത്. അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ റിട്ടേൺ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. സോ കഴിഞ്ഞ ദിവസം ഞാൻ പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് കൂടി എടുത്തിട്ട് ഓപ്ഷൻ ബയേഴ്സിൻ്റെ ലിക്വിഡിറ്റി റേഞ്ച് കൂടി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഇപ്പോൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, വീണ്ടും ഇവിടുത്തെ ഒരു സെല്ലിംഗ് പ്രഷറിലാണ് വന്ന് നിൽക്കുന്നത്. സോ നമുക്ക് ഇനി ഒരു ഫോള് കൂടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ള വകയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ചെറിയ രീതിയിലൊരു പുൾ ബാക്ക് പോസിബിൾ ആണ്. ലൈക്ക് ഒരു സെൽ ഓപ്ഷൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ, അതായത് സെല്ലിംഗ് ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിലൊക്കെ നമ്മൾ നോക്കുക, ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ആദ്യം സെൽ ഇൻഡിക്കേഷൻ വന്നത്. ആ ഇൻഡിക്കേഷന് ശേഷം ചെറുതായിട്ടൊരു പുൾ ബാക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. 170 പോയിന്റിൻ്റെ ഒരു പുൾ ബാക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള സെൽ ഇൻഡിക്കേഷൻ ഈ ഒരു പോയിന്റിലായിരുന്നു. ഓക്കെ, സോ അവിടുന്ന് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് മേലെയുള്ള ലിക്വിഡിറ്റി പോയിന്റ് വരെ എത്തി, ഒരു 140 പോയിന്റ് വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇനി നമുക്കൊരു പുൾ ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നാളത്തോട് കൂടി നമുക്കത് മനസ്സിലാവും. സോ അങ്ങനെ ഒരു പുൾ ബാക്ക് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്, കണ്ടില്ലേ? ഈ ഒരു ഏരിയയിൽ നമ്മൾ നേരത്തെ സ്വീപ്പ് ചെയ്തിട്ടുള്ള ലിക്വിഡിറ്റിൻ്റെ എൻഡ് പോയിന്റ് വരെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏകദേശം ഒരു 140 പോയിന്റിൻ്റെ പുൾ ബാക്ക് ഉണ്ട്. സോ ഇങ്ങനെ ഒരു പുൾ ബാക്ക് എടുത്തിട്ട് ഇവിടുന്ന് വീണ്ടും താഴേക്ക് പോകാനുള്ളൊരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. സോ പലരും ഇന്നത്തെ ഫോളിന് പറയുന്നത് ട്രംപിൻ്റെ ടാരിഫ് ആണെന്നുള്ളതാണ്. ട്രംപിൻ്റെ ടാരിഫ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഇൻഡിക്കേഷൻ നേരത്തെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് വ്യാഴാഴ്ച തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ മനസ്സിലായിട്ടുണ്ട്. കാരണം മാർക്കറ്റിൽ സെല്ലേഴ്സാണ് പവർഫുൾ എന്നുള്ളത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻസൈഡർ ഇൻഫർമേഷനും അല്ലെങ്കിൽ ഒരു ബിഗ് പ്ലെയർ ഇൻഫർമേഷനും ഫ്രഷ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അതായത് എല്ലാം ലീക്ക് ആകുന്നുണ്ടാവണമെന്ന് വേണം നമുക്ക് മനസ്സിലാവാൻ. ഇപ്പോൾ ട്രംപ് ഒരു ടാരിഫിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ റീറ്റെയിലേഴ്സിന് അത് കിട്ടാതിരിക്കുകയുള്ളൂ. പക്ഷേ ബിഗ് മില്യൺസ് അല്ലെങ്കിൽ ട്രില്യൺ ഡോളറുകൾ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ബിഗ് പ്ലെയേഴ്സിന് ഇതിൻ്റെ ഇൻഫർമേഷൻ നേരത്തെ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്കത് അറിയില്ല എങ്ങനെയാണ് അവർക്കത് കിട്ടുക എന്നുള്ളതൊന്നും. പക്ഷേ അത് നേരത്തെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് 2 ദിവസം മുമ്പ് തന്നെ നമുക്ക് നിഫ്റ്റിയിലൊരു സെൽ പ്രഷർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽ നമ്മൾ ഈ ഒരു ടാർഗറ്റ്, അതായത് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. സോ അങ്ങനെ ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ പറയുകയും ആ പുട്ട് ഓപ്ഷനിൽ നല്ല രീതിയിൽ അടുത്ത ലിക്വിഡിറ്റി വരെ പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതും നമ്മൾ പറയുകയുണ്ടായിരുന്നു. സോ ഇനി എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു പുൾ ബാക്ക് ഉണ്ടാവും. ഈ പുൾ ബാക്ക് ഇവിടെ വിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ പറയുന്ന 23,330 ബയേഴ്സ് വിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പുൾ ബാക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയിട്ട് ഈ ബോക്സ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു സാധ്യത വളരെ കുറവാണ്. സാധ്യത കൂടുതൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഈ ഒരു 140 പോയിന്റ് പുൾ ബാക്ക് എടുത്താൽ പോലും അതിന്ന് വീണ്ടും താഴെ വന്നിട്ട് അടുത്ത ലിക്വിഡിറ്റി, അതായത് റെഡ് സോൺ എവിടെയാണ് അതുവരെ വരാനാണ് സാധ്യത നമുക്ക് കാണുന്നത്. സോ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു സെൽ ഓൺ അപ്റ്റിക് എന്നൊക്കെ പറയും. അതായത് സെൽ ഓൺ റൈസ് മെത്തേഡ് ആയിരിക്കും ബിഗ് പ്ലെയേഴ്സ് പ്ലാൻ ചെയ്യുക. സോ അവർ പിന്നീട് എയിം ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ലിക്വിഡിറ്റി, അതായത് 229 പോയിന്റിൻ്റെ ഒരു സെല്ലിംഗ് ഇതായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ അടുത്ത ലിക്വിഡിറ്റി എന്ന് പറയുന്നത് 21 മില്യൻ്റെ 22,900 എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്.
അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് 22,700 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയാണ്. സോ ഈ ഏരിയകളിലുള്ള ലിക്വിഡിറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റിയും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുള്ളതാണ്. സോ മാർക്കറ്റ് ബിയറിഷ് തന്നെയാണ്. ഷോർട്ട് ടൈമിലേക്ക് അതിൻ്റെ ഇടയിൽ ബുള്ളിഷ് ആവാനുള്ള കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ മേലെ കിടക്കണം എന്നുള്ളതാണ്. സോ അൾട്രാ ബുള്ളിഷ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ബുള്ളിഷ് ആവണമെന്നുണ്ടെങ്കിൽ 24,500 ലെവലിലേക്കൊക്കെ ഒരു 1000 പോയിന്റ് ബുൾസിന് എക്സ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബോക്സ്, അതായത് 23,623 മറികടന്നേ പറ്റൂ എന്നുള്ളതാണ്. സോ ഇവിടുന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഫൈറ്റ് നമ്മൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഫൈറ്റ് ഉണ്ടായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബുൾ ആൻഡ് ബിയർ ഫൈറ്റാണ് നടന്നിട്ടുള്ളത്. സോ ബുൾസ് മാക്സിമം ഈ ഒരു ബോക്സിനെ ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ സൂചനകളാണ് ഇതൊക്കെ. ഇവിടുന്ന് നല്ല രീതിയിലൊന്നും ട്രൈ ചെയ്തു പറ്റില്ല, ഇവിടുന്നും ട്രൈ ചെയ്തു പറ്റിയില്ല, ഇവിടുന്നും ട്രൈ ചെയ്തു പറ്റിയില്ല, ഇന്ന് രാവിലെയും ട്രൈ ചെയ്തു പറ്റിയില്ല. സോ ബുൾസ് നിരന്തരം ഫെയിൽ ആവുമ്പോൾ സെല്ലേഴ്സ്, അതായത് ബിയേഴ്സ് ആണ് അവിടെ കൺട്രോൾ എടുത്തിട്ട് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. സോ ഈ പ്രൈസ് ആക്ഷനിലും ലിക്വിഡിറ്റിയിലും ഒരു സ്റ്റോറി കിടപ്പുണ്ട്. ആ സ്റ്റോറി പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ചാർട്ട് റീഡ് ചെയ്യാൻ പറ്റും. ചാർട്ട് റീഡ് ചെയ്യുന്ന എബിലിറ്റിയാണ് നമുക്ക് ആസ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ആദ്യം വേണ്ടത് എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഞാനാണെങ്കിൽ മറ്റൊരു പോയിന്റുകൾ കൂടി വെച്ചിട്ടാണ് നോക്കാറുള്ളത്. അതിനെ നമ്മൾ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ എന്നാണ് പറയുക. അപ്പോൾ ഫിബൊനാച്ചി എക്സ്റ്റൻഷനിൽ ഞാൻ നോക്കാറുള്ളത് ഒരു ബോക്സ് തന്നെയാണ്, അതായത് വാല്യൂ ബോക്സ് എന്ന് പറയും. നമ്മൾ എപ്പോഴും പറയാറുണ്ട് 0.618, 0.5 ഈ പറഞ്ഞിട്ടുള്ള ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ആരാണ് വിൻ ചെയ്യുന്നത്, അതിനുശേഷം 1.618 വരെ ആ ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. സോ എക്സാക്ട്ലി 1.618 മുതൽ നമുക്കൊരു നല്ലൊരു ഇതുവരെ കിട്ടി എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മളുടെ നിഫ്റ്റി അനാലിസിസ് എന്ന് പറയുന്നത്. സോ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ നിഫ്റ്റി ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും അനലൈസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള നൈസ് ട്രേഡ് SMC ലിക്വിഡിറ്റി ലെൻസ് എന്ന് പറയുന്നത്. സോ ഈ ലെൻസ് ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് നിന്ന് ആക്സസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരു ബാച്ചിന് ആക്സസ് കൊടുത്തു, അടുത്ത ബാച്ചിനുള്ള ആക്സസ് അടുത്ത മാസം മുതൽ നമ്മൾ തരുന്നതാണ്. സോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ബുക്ക് ചെയ്ത് തരാവുന്നതാണ്. സോ നമുക്കറിയാം ലിക്വിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ്. സോ ലിക്വിഡിറ്റി സീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് ആണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിം മുമ്പ് നോക്കിയിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട് വീക്ക്ലി ടൈം ഫ്രെയിമിൽ എവിടെയാണോ ലിക്വിഡിറ്റി ആവുന്നത് നല്ല രീതിയിൽ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ട് നല്ല സ്വിംഗ് ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട് എന്നുള്ളത്. സോ ഈ വീഡിയോൻ്റെ അടുത്ത ഭാഗത്ത് അല്ലെങ്കിൽ ലാസ്റ്റ് ഭാഗത്തിൽ ഞാൻ സ്റ്റോക്കിൽ എങ്ങനെയാണ് ലിക്വിഡിറ്റി വർക്ക് ചെയ്യുന്നതെന്നുള്ളത് കൂടി കാണിച്ചു തരുന്നതാണ്. ഓക്കെ, സോ ഇതാണ് നിഫ്റ്റിയുടെ അനാലിസിസ് എന്ന് പറയുന്നത്. സോ നിഫ്റ്റി ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു 1 hour ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു ഫൈൻഡിങ് ഉണ്ട്. ഇവിടെ ബ്രേക്ക് ചെയ്തു, ബയേഴ്സ് ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനി കിടക്കുന്ന ലിക്വിഡിറ്റികൾ ഈ ഏരിയയിലൊക്കെയാണ്, അതായത് 22,900 അല്ലെങ്കിൽ 23,000 എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിൽ. അതും കഴിഞ്ഞിട്ട് 22,500 എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിലൊക്കെ ഇഷ്ടംപോലെ ലിക്വിഡിറ്റി കിടക്കുന്നുണ്ട്. സോ ഓൾറെഡി 1 hour ടൈം ഫ്രെയിമിൽ നമുക്കൊരു സെൽ പ്രഷർ കണ്ട സ്ഥിതിക്ക് ഇനി ഒരു പുൾ ബാക്ക് ഉണ്ടെങ്കിലും മാക്സിമം അത് 23,400 വരെ പോയിട്ടാണ് 1 hour ടൈം ഫ്രെയിമിൽ താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി. അപ്പോൾ നോക്കുമ്പോഴും ബുൾസിന് ഒരു പവർ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. സോ ആരും കോൾ ഓപ്ഷൻ ലോങ് ടേമിലേക്ക് ഭയങ്കര OTMലുള്ള കോൾ ഓപ്ഷൻ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അത്തരത്തിലാണ് നമ്മൾ എടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ നമ്മൾ പറയുകയാണെങ്കിൽ 23,200 ലെവലിലേക്കാണ് ഈ ഒരു ലിക്വിഡിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഒരു OTM ഓപ്ഷൻ എടുത്തിട്ടുള്ള ആളുകൾക്ക്, പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് നമുക്കറിയാം 23,200 എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു, അടുത്ത ലിക്വിഡിറ്റി വരെ അത് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. സോ നമ്മളത് നോക്കുകയാണെങ്കിൽ April 3 നമ്മളുടെ എക്സ്പയറി ഡേ. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് വി ക്യാൻ സി, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു ഇത് കിട്ടുവാണെങ്കിൽ, ബ്രേക്ക് പുട്ട് ഓപ്ഷൻസിന് കിട്ടുവാണെങ്കിൽ അടുത്ത ഒരു ലിക്വിഡിറ്റി സോൺ വരെ നമുക്ക് നല്ല രീതിയിലൊരു റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ആ ലിക്വിഡിറ്റി സോൺ എന്ന് പറയുന്നത് ഈ ഗ്രീൻ ഏരിയയാണ്. സോ 254% റിട്ടേൺ ആണ് ഇന്ന് ഇൻട്രാഡേയിൽ പുട്ട് ഓപ്ഷൻ ഹോൾഡേഴ്സിന് കിട്ടിയിട്ടുണ്ടാവുക. അത് ഒരു ഫുൾ ബ്ലൗൺ ആയിട്ട് ഈ ഒരു ലിക്വിഡിറ്റി വരെ, ഈ ഒരു സെല്ലേഴ്സ് ലിക്വിഡിറ്റി വരെ റൺ ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ 355% ആണ് അവർ എടുത്തിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത്. സോ ലിക്വിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്ഷൻ ചാർട്ടിലാണെങ്കിലും നിഫ്റ്റി ചാർട്ടിലാണെങ്കിലും അതുപോലെ നമ്മളുടെ സ്റ്റോക്കിൻ്റെ ചാർട്ടിലാണെങ്കിലും. സോ ലിക്വിഡിറ്റി മുഖാന്തരം അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ ഒരുപാട് പേർക്ക് ഇത് വായിക്കാൻ അറിയില്ല അല്ലെങ്കിൽ ചാർട്ട് അനലൈസ് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു എന്താ പറയുക 10 hour വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വളരെ ചീപ്പായിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന ഫിബൊനാച്ചി ടെക്നിക്കുകളും ലിക്വിഡിറ്റി റീഡിങ്ങും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. സോ അവർ 1, അവർ 2, അവർ 3 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സിലബസ് ഉണ്ട്. ആ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 10 hour എടുക്കുന്നത്. 1,500 രൂപയിൽ താഴെയാണ് നമ്മൾ ഫീസ് ഈടാക്കുന്നത്.
നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ട്രേഡിംഗ് വ്യൂവിൻ്റെ ബേസിക്സ് ആ ഒരു റേറ്റിന് കിട്ടില്ല എന്നുള്ളത് ഞാൻ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റിൽ ഒരു ചാലഞ്ച് ചെയ്യുകയാണ്. കാരണം ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് ട്രേഡിംഗ് വ്യൂ പഠിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ട്രേഡിംഗ് വ്യൂ പഠിക്കുകയാണെങ്കിൽ ടു ബി ഹോണസ്റ്റ് ദേ ക്യാൻ യൂസ് ദിസ് ലിക്വിഡിറ്റി ഇൻഡിക്കേറ്റർ. ഈ ലിക്വിഡിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ അധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആയതുകൊണ്ടാണ് ഞങ്ങളതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിലൊക്കെ നമ്മളത് വളരെ നല്ല രീതിയിൽ അത് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ കുറച്ച് സ്റ്റോക്ക് നമ്മൾ സ്ക്രീൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു അനാലിസിസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മഹാസീമസിൻ്റെ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ഏകദേശം നല്ല രീതിയിൽ നമുക്കൊരു റിട്ടേൺ വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പാരാദീപിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെയാണ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നത്. സോ ആ ലിക്വിഡിറ്റി ഇവിടെ നിന്നൊക്കെ നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുകയും നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിലൊക്കെ പറയുകയും ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ്. ആ ലിക്വിഡിറ്റിയിൽ നിന്നാണ് വീണ്ടും തിരിച്ച് ഈ പറയുന്ന 31% ഈ സ്റ്റോക്ക് കയറിയിട്ടുള്ളത്. സോ ഈ റെഡ് കളർ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വളരെ ഒരു ലിക്വിഡിറ്റി സപ്പോർട്ടുള്ള ഒരു ഏരിയയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ലെമൺ ട്രീ ഹോട്ടലിൻ്റെ കേസിലാണെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും, കണ്ടില്ലേ, മുന്നത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയിൽ വന്നിട്ടാണ് ഇത് തിരിച്ചങ്ങോട്ട് കയറുന്നത് എന്നുള്ളതാണ്. SDBL സി നല്ല രീതിയിൽ ഉള്ള ഒരു ലിക്വിഡിറ്റി സ്വീപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടാണ് ഈ പറയുന്ന പുൾ ബാക്കുകൾ വരുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ വന്നു, ഇവിടെ നിന്നൊരു പുൾ ബാക്ക് കിട്ടി, വീണ്ടും ഇവിടെ വന്നു, പുൾ ബാക്ക് കിട്ടി. സോ ലിക്വിഡിറ്റി നമുക്ക് മനസ്സിലാകുന്നത് വരെ നമ്മൾ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. സോ ഈ ഒരു കേസിൽ തിരിച്ച് ലിക്വിഡിറ്റിയിലേക്ക് വന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കേണ്ടതുള്ളൂ. സോ അതുവരെ നമ്മൾ വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഇതും കൂടി നമുക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ്. സോ ഒരു റോങ് ആയിട്ടുള്ളൊരു പ്രൈസിൽ ഒരിക്കലും നമുക്ക് വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. ലിക്വിഡിറ്റി എവിടെ നിന്നാണോ അവിടുന്ന് വേണ്ടി മാത്രം നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്വിംഗ് ട്രേഡിൻ്റെ കേസിലാണെങ്കിലും പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ കൂടുതലായിട്ട് ഈ ഒരു ലിക്വിഡിറ്റി അനാലിസിസ് എങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെയാണ് ചാർട്ട് അനാലിസിസ് ചെയ്യുക എന്നുള്ളത് വെബിനാറിനൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. നമുക്ക് ബാക്കി നിഫ്റ്റി അനാലിസിസുമായിട്ട് നാളെ കാണാം. സോ സി യു. ഓക്കെ, ബൈ.